ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്, വിരുന്നുകാരല്ല. അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യമാണ്, വെറും കൈയോടെ മടക്കുന്നത് ശരിയല്ല. പാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ്. രണ്ടാമത് പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയണത്. ചില നാട് വലിയ ബറക്കത്തുള്ള നാടായിരിക്കും. ഉദാഹരണം മദീനയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് മദീനയുടെ ബറക്കത്ത്. ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാര് മദീനക്കാരാണ്. ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോ ആയിരിക്കും. ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആളുകളാണ്. അതേ സമയത്ത് സമയത്തിന്റെ പ്രത്യേകത ചില സംഭവങ്ങളായിരിക്കും. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് സ്വർഗപ്രവേശനം നൽകിയ ദിവസമാണ് എന്ന് പറയുകയുണ്ടായി. ഒരു സമയത്തിന്റെ പ്രത്യേകത ഒരു സംഭവമാണ്. എന്നാൽ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഒന്നുകിൽ നിലവിൽ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾ. ഉദാഹരണം മമ്പുറന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പുഴന്റെ മേലെ കൂടിയ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പറത്തെ തങ്ങൾ പറഞ്ഞ ഒരാളവിടെ ഉണ്ട് എന്നാണ്. ഒരു മനുഷ്യനാണ് ഒരു നാടിന്റെ പ്രത്യേകത. പാണക്കാട് എന്ന് പറഞ്ഞാല് ആ പള്ളിന്റെ ബാക്കിൽ നല്ല വെള്ളമുള്ള ഒരു പുഴ ഉണ്ടാവും എന്നല്ല, പാണക്കാട്ടത്തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാണ്. ഏത് നാടും അങ്ങനെയാണ്. അങ്ങനത്തെ ആളുകളുള്ള നാടിനെയാണ് ബറക്കത്തുള്ള നാട് എന്ന് പറയുന്നത്. ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാവും. ചില ആൾക്കാർ 110 കൊല്ലം ജീവിക്കും, എന്നിട്ടോ മരിച്ചു, വേറൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ 50 കൊല്ലേ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ അതിലെ താഴെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 50 കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 3 മനുഷ്യന്റെ ആയുസ് കൂട്ടിയാലും എത്തൂല. ഉദാഹരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. കുറഞ്ഞ കാലാണ് ജീവിച്ചത്. ജീവിച്ച കാലം കൊണ്ട് ചെയ്തതൊക്കെ കൂടി നോക്കിയാൽ ഒരു 3 പുരുഷായുസ് ചെലവഴിച്ചാലും എത്തൂല എന്നതാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. ചില മക്കളിൽ വലിയ ബർക്കത്തുണ്ടാവുന്ന 10 മക്കളുണ്ട്, ആവശ്യ നേരത്ത് ഒറ്റൊന്നും ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടാവും. ഒരു ചെറുക്കനെ ഉള്ളൂ, എല്ലാ ആവശ്യത്തിനും ഉണ്ട്, ആള് ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടാവും. മക്കളിലെ ബറക്കത്താണത്. ഇങ്ങനെ ഭക്ഷണത്തിലെ ബറക്കത്തുണ്ട്, ആരോഗ്യത്തിലെ ബറക്കത്തുണ്ട്, ആയുസ്സിലെ ബറക്കത്തുണ്ട്, ഇൽമിലെ ബറക്കത്തുണ്ട്. ചില ആൾക്കാരോട് വലിയ വിവരമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചോദ്യം ചോദിച്ചാലും മൂപ്പരടുത്ത് മറുപടി ഉണ്ടാവും, അതൊരു ബറക്കത്താണ്. ചില ആൾക്കാർക്ക് നല്ല വിവരം ഉണ്ടാവും, കോടതി പിരിഞ്ഞതിൻ്റെ ശേഷം ബുദ്ധി ഉദിക്കുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ്. ചില സദസ്സുകൾക്ക് വലിയ ബറക്കത്തുണ്ടാവുമെന്നാണ്. ചില സ്ഥാപനങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ടാവും. ഉദാഹരണം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ്. ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ട് എന്ന് വിചാരിച്ചോളി, ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ, ഞാൻ അവിടുന്ന് പഠിച്ചതാണ്, അതുകൊണ്ട് ഉണ്ടാവണല്ലോ, ഇല്ലെങ്കിൽ എന്തിനാ പറ്റുക അതന്നെ. അപ്പോ അങ്ങനെ ചില സ്ഥാപനങ്ങൾക്ക് വലിയൊരു ബറക്കത്തുണ്ടാവും. പുത്തനങ്ങാടി ശുഹദാ കോളേജ്, ചില സ്ഥാപനങ്ങൾക്കൊരു ബറക്കത്തുണ്ടാവും. ചില മനുഷ്യന്മാരുടെ ജീവിതത്തിന് വലിയ ബറക്കത്തുണ്ടാവുന്നതാണ്. ജീവിതം ബറക്കത്തുള്ളതാവണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. 1 ശീലങ്ങൾ ശരിയാക്കണം, 2 മര്യാദകൾ ശരിയാക്കണം, 3-മത്തേത് കാര്യബോധമുണ്ടായിരിക്കണം. 3 കാര്യം ഉണ്ടായാലേ ജീവിതം ബറക്കത്തുണ്ടാവുള്ളൂ. 1 ശീലം ശരിയാക്കുക. ശീലങ്ങൾ കുറെ എണ്ണുണ്ട്. ഭക്ഷണശീലം അതൊരു പ്രധാനപ്പെട്ട ശീലാണ്. ഉറക്കശീലം അതൊരു ശീലാണ്. യാത്രാശീലം അതൊരു ശീലാണ്. ഇങ്ങനെ ശീലങ്ങൾ ശരിയാക്കിയെടുക്കുമ്പോഴേ ജീവിതത്തിന് ബറക്കത്തുണ്ടാവുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശീലം ദാനശീലമാകുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമോളായിരുന്ന റുഖിയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. മനുഷ്യന്മാരെ, എൻ്റെ വയല് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇനി എപ്പോഴാ മൂപ്പര് വയല് തുടങ്ങാന്ന്. തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തന്നെയാണ് വയല്.
ഇതിങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുക ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നോളി എല്ലാവരും. സാധാരണ ഒരു വായതിന്റെ ഈണമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവും. എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല, മുഴുവൻ എടുക്കാനുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റുഖിയ ബീവി വഫാത്തായി. പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉമ്മു കുൽസൂമിനെയും ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമും കുറെ കാലം ജീവിച്ചില്ല. ഉമ്മു കുൽസൂം മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു, എനിക്കിഞ്ഞ് ഒരു മോളും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാൻ എന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. എന്താ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രത്യേകത? അതാണ് പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ആകെ ആലോചിക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രത്യേകത ഉണ്ടോന്നാണ്. നബി തങ്ങൾ 2 മക്കളെ കെട്ടിച്ചും കൊടുത്തു. ഇനി ഒരാളെയും കൂടിയും കെട്ടിക്കാണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താണ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയുകയാണ്. സ്വഹാബ, മൂത്തത്തിലേക്ക് പുറപ്പെടൽ നിർബന്ധമാണ്. നമ്മളടുത്ത് പൈസ ഒന്നുമില്ല, അതുകൊണ്ട് ഉള്ളവരൊക്കെ ഉള്ളതിനനുസരിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം. ഇരിക്കുന്നു. മൂപ്പര് ഇരുന്നു. രണ്ടാമതും വഅദ് പറഞ്ഞു, സഹാബ, യുദ്ധത്തിന് പോകാൻ കുറച്ചും കൂടി തോനെ പൈസ വേണം. നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും. അപ്പോൾ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും. അതുകൊണ്ട് കുറച്ചും കൂടിയും പൈസ വേണമെന്ന് പറഞ്ഞപ്പോ രണ്ടാമതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, 100 ഒട്ടകങ്ങളും ആ 100 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന്. ഇത് പറയുമ്പോ നമ്മക്ക് ഇങ്ങനെ തോന്നും, മൂപ്പര വാപ്പാന്റെ സ്വത്ത് കുറച്ച് തോനെ കിട്ടിയിട്ടുണ്ടാവും, അതിൽ അങ്ങാടിയിൽ 25 സെന്റ് വിറ്റത് ഇക്കാരെന്ന് അല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കയ്യും വീശിയിട്ട് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാൻ. പിന്നെ എന്തേ കൊടുക്കാണ്ടായത് എന്നതിന്റെ കാരണം ദാനശീലം എന്ന അടിസ്ഥാന ഗുണമുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് മക്കളെ കെട്ടിക്കുമ്പോ ആകെ ആലോചിക്കേണ്ടത് ഒരു കാര്യമാണ്, ദാനശീലമുള്ളവനാണോ ഇല്ലാത്തവനാണോ. ദാനശീലമുള്ളവന്റെ സ്വഭാവം വേറെ ഇക്കാരം, ദാനശീലം ഇല്ലാത്തവന്റെ സ്വഭാവം വേറെ ഇക്കാരം. മരോള വാപ്പ ഉംറക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാല് ദാനശീലുള്ള ആളാണെങ്കിൽ പറയും, പെയ്ക്കോട്ടെ, അൽഹംദുലില്ലാ, പൈസ അതിനൊക്കെ ഉള്ളതന്നെയല്ലേ, പിന്നെ ദണ്ണും കേടൊക്കെ അല്ലേ, അതങ്ങോട്ട് സംസം വെള്ളം നല്ലോണം കുടിച്ചാ മതി എന്ന് പറയും ദാനശീലുള്ള ആള്. ദാനശീലം ഇല്ലാത്ത ആളാണെങ്കിൽ പറയും, എന്തിനാ ഈ വയസ്സാം കാലത്ത് അയാൾ പോണത്, അയാള് പണ്ട് ജിദ്ദയില് നന്ന് എല്ലാ വെള്ളിയാഴ്ചയും പോയിന്നതല്ലേ എന്ന് പറയും ദാനശീലം ഇല്ലാത്ത ആള്. വർത്താനത്തിൽ വരെ ആ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. ദാനശീലുള്ള ആള് ജുമക്ക് വെള്ളിയാഴ്ച വരുമ്പോ കീശയില് ഒരു 10ന്റെ നോട്ടും വെക്കും, ഒരു 20ന്റെ നോട്ടും വെക്കും, ഒരു 50ന്റെ നോട്ടും വെക്കും, ഒരു 100ന്റെ നോട്ടും വെക്കും. ജുമ കഴിഞ്ഞിട്ട് മോലിയര് വയല് പറയും, യത്തീംകുട്ടിയുടെ കല്യാണുണ്ട്, അപ്പുറത്തെ മഹലിൽ നിന്ന് കത്തേറ്റ് വന്നതാണ്, എല്ലാരും കാര്യമായി സഹായിക്കണം, ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരു 100 റുപ്യെങ്കിലും കൊടുക്കാനുള്ള വയലാണ് ഇപ്പൊ ഉസ്താദാ പറഞ്ഞത്. അപ്പൊ 100 റുപ്യ കൊടുക്കും. വേറെ ചില ആൾക്കാരുണ്ട്, പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറൊരു കോട്ടൻ കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും, ഒരു തൊപ്പിയും. ജുമ കഴിഞ്ഞിട്ട് മോലിയര് വയലിറങ്ങി, യത്തീംകുട്ടിയുടെ കല്യാണുണ്ട്, എല്ലാരും കാര്യമായിട്ട് സഹായിക്കണം, അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹഖദാ എന്ന് പറയുമ്പോ മുമ്പ് കീശക്ക് ഇങ്ങനെ ഓതും എന്നിട്ട് പറയും, അതാ പേഴ്സ് മറന്നു എന്ന് പറയും. എന്നിട്ട് പോകുമ്പോ പീടി കയറിയിട്ട് പറയും, ഇവിടെ എന്നും പിരിവന്നെയാണ് കയറിയും, എല്ലാ വെള്ളിയാഴ്ച മൂപ്പരെന്നും പേഴ്സ് മറന്നിട്ടാ വരല്, വർത്താനത്തിന് ഒരു കുറവുണ്ടാവില്ല. ഇതാണ് ദാനശീലമുള്ളവന്റെയും ദാനശീലം ഇല്ലാത്തവന്റെയും സ്വഭാവം. ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ദാനശീലം ഉണ്ടായിരിക്കണം. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഈ പ്രത്യേകതയുണ്ട്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ വേണ്ടി വഅദ് പറയാണ്, സ്വഹാബ,
എല്ലാരും യുദ്ധത്തിന് പോകാൻ കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് നോക്കുമ്പോ 14,000 ദിർഹംസ് വീട്ടിലുണ്ടായിരുന്നു. അതിന്റെ നേരെ പകുതി 7,000 ദിർഹം എടുത്തിട്ട് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ട് നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നപ്പോ ചില്ലറ പൈസയാണ് ഉള്ളത്. ഇള്ളെടുത്തുങ്ങാണ്ട് മൂപ്പരും വന്നു. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കറെ, ഉമറെ, ഉസ്മാനെ, നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട്, തെരീന്ന് പറഞ്ഞു വാങ്ങി. ഇനി വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും എന്താണ് ബാക്കിയുള്ളത് ഉസ്മാനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിൽ ഭാര്യക്കും മക്കൾക്കും ഇത്രയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അല്ലാഹു ഉസ്മാനെ നിങ്ങൾക്ക് ചെലവഴിച്ചതിലും വീട്ടിൽ വെച്ചതിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന് തോരുന്നു. അപ്പുറത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നുണ്ടായിരുന്നു. മൂപ്പരോട് ചോദിച്ചു, അബൂബക്കറെ, നിങ്ങളെന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബി ഏതാ ചില്ലറ പൈസയാണ് ഞാൻ കൊടുന്നത് എന്ന് പറഞ്ഞാണ്ട് ഉള്ളത് കൊടുത്തു. അതേ ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ, ഇനി ഭാര്യക്കും മക്കൾക്കും വീട്ടിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടില് ഇതിനേക്കാൾ ഖൈറായതുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ അബൂബക്കറെ, ഇതിനേക്കാൾ ഖൈറായ എന്താണ് വീട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിന്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാകുന്നു എന്ന് പറഞ്ഞപ്പോ കേട്ടു നിന്നിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവിൽ ആരെ തോൽപ്പിച്ചാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ 7,000 ദിർഹംസ് കൊടുത്തിട്ടുള്ളത് എന്റെ വീട്ടിലുള്ളതിന്റെ പകുതിയാണ്. സിദ്ദീഖുൽ അക്ബർ ചില്ലറ പൈസ കൊടുത്തിട്ടുള്ളത് വീട്ടിലുള്ളത് മുഴുവനുമാണ്. ഇതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. നമ്മളൊരു ദിവസം പെരയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളി, ഡൈനിങ് ഹാളില്. അപ്പൊ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു. അപ്പൊ ഡൈനിങ് ഹാളിന്റെ ജനലിലുള്ള കൂടെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെറുക്കവിടെ വാ, മനസ്സിന്റെ അടുത്ത് 5 നയ പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണേ, ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാളാന്ന് പറയാൻ പറ്റും. ഇതൊരു പഠിപ്പിക്കലാണ്. വേറൊരു പഠിപ്പിക്കലുണ്ട്. വല്യമ്മക്ക് ഗോരോചനാദി വാങ്ങാൻ വെച്ചിരുന്ന പൈസ ഒരു 5 കൊട്ടൻ ഉറുപ്പ്യ എടുത്തിട്ട് ചെറുക്കന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, പാപ്പാന്റെ അടുത്ത് ഒന്നും ഇല്ലടാ, എന്നാലും ഞമ്മടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടും എഴുതിങ്ങാണ്ട് വന്നതല്ല അയാള്. വെറും കൈയോടെ മടക്കണത് ശരിയല്ല. പാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു പഠിപ്പിക്കലാണ്. രണ്ടാമത്തെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും എന്നാണ് ഞാൻ പറയണത്. 3 കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. ഒന്ന്, ദാനശീലം പഠിപ്പിക്കണം. അതാണ് അടിസ്ഥാന ശീലം. അതാണ് പഠിപ്പിച്ചാൽ ബാക്കി ശീലങ്ങൾ ക്ലിയർ ആകും. ഓന്റെ സ്വഭാവം നേരാവും. ദാനശീലമുള്ളവന്റെ സ്വഭാവമേ നേരാവുള്ളൂ, അല്ലാത്തവന്റെ സ്വഭാവം നേരാവില്ല. ഇതന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മര്യാദയുമായി ബന്ധപ്പെട്ടതാണ്. 1 ശീലം ശരിയാക്കുക, 2 മര്യാദ ശരിയാക്കുക, 3 കാര്യബോധം ഉണ്ടാകുക. 3 കാര്യം ഉണ്ടായാലേ ജീവിതത്തിന് ബർക്കത്തുണ്ടാവുള്ളൂ. ബർക്കത്തിന് ദ്വാരക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ദ്വാരക്കണം. ബർക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ദുആ ഖുനൂത്താണ്. സുബ്ഹിയിലെ ഖുനൂത്ത്, റമളാനിലെ അവസാനത്തെ പകുതിയിലെ വിത്റിലെ ഖുനൂത്ത്, നാസിലത്തിന്റെ ഖുനൂത്ത്, എല്ലാം ബർക്കത്തിനുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വഅഫിനാ ഫീമൻ അഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അതൈത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയതിൽ നീ ബർക്കത്ത് തരണേ. തോനെ തരണേ എന്നല്ല, ഉള്ളതിൽ ബർക്കത്തുണ്ടായാൽ അതാണ് ഏറ്റവും ഖൈറ്. 3 ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട്. 3 ലക്ഷം റുപ്യ. ഓന് 3,100,000 റുപ്യ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ ചോദിക്കുക, ഒരു 100 റുപ്യ തരുമോ? ബർക്കത്തില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ബർക്കത്തുള്ള 1000 റുപ്യ ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ 300 റുപ്യം കൊടുത്ത് വല്യമ്മാന്റെ മരുന്ന് 200 റുപ്യക്കും വാങ്ങിയാലും പോക്കറ്റിൽ വെക്കാൻ 500 റുപ്യ ബാക്കി ഉണ്ടാവും. അതാണ് ബർക്കത്തുള്ള സമ്പത്ത്. ബർക്കത്തുള്ള ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. ബർക്കത്തില്ലാത്ത എത്ര ഉണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. തന്നെ സംഗതി. അതുകൊണ്ട് ബർക്കത്തിനുള്ള ദുആയാണ് സുബ്ഹിയിലെ ഖുനൂത്ത്.
വബാരിക് ലനാ ഫീമാ അതീത്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് മുടങ്ങാതെ എല്ലാവരും ഖുനൂത്ത് ഓതണം. ആദ്യം മുടങ്ങാതെ സുബീകരിക്കണം, അതിൽ ഖുനൂത്ത് ഓതണം. ബറക്കത്തിനുള്ള ദുആ. സുബീകരിക്കുന്ന ആൾക്കേ ബറക്കത്തുള്ളൂ, അല്ലാത്തതിന് ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശീലം ശരിയാക്കുക. രണ്ടാമത്തത് മര്യാദ ശരിയാക്കണം. മര്യാദകൾ ശരിയാക്കുക. എല്ലാ കാര്യങ്ങൾക്കും മര്യാദ ഉണ്ട്. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും അതിന്റെ മര്യാദ പാലിക്കൽ. പള്ളിയിലേക്ക് കയറിയില്ലെങ്കിൽ കയറിയിട്ടില്ലാന്നേ വരുള്ളൂ, കയറിയിട്ട് മൂത്രാക്കിയാൽ മുർത്തദ്ദാവും. അപ്പൊ ആ വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അദബ് പാലിക്കൽ. മുസാബ് എടുത്തില്ലെങ്കിൽ ആ ചങ്ങായി മുസാബ് എടുത്തില്ലാന്നേ വരുള്ളൂ, എടുത്തിട്ട് മ്ലേച്ഛമാക്കിയാൽ ആള് ദീനെന്ന് പുറത്തേക്കാണ് പോകും. അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ ബറക്കത്ത്, അതിന്റെ മര്യാദ പാലിക്കൽ. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ആദരിക്കണമെന്നാണ്. ഇൽമിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണം, അധ്യാപകനെ ആദരിക്കണം. ഗുരുവിനെ ആദരിക്കാത്തവന് 3 വിപത്തുകൾ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, അയാളിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഓജീനം തടയപ്പെടുന്നതാണ്. 3, അന്ത്യം ചീത്തയായി മരിക്കുന്നതാണ്. അതുകൊണ്ട് ഇൽമിന്റെ ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഗുരുനാഥനെ ബഹുമാനിക്കണം. അത് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെയാണെങ്കിലും ശരി, ഖുർആൻ പഠിപ്പിച്ച ആള് മാത്രല്ല. ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് നേരായില്ല, കണ്ണടപ്പിടി തുടങ്ങി നേരായില്ല, ഗൾഫ് പോയിട്ട് ക്ലച്ച് പിടിച്ചില്ല, എവിടെ പോയിട്ട് നേരാണില്ല. കുട്ടികൾ തിന്നണ അന്നത്തിന്റെ കടം കൂടി വരികയാണെങ്കിൽ ഏത് ടീച്ചറെയാണ് മഷി ഉടഞ്ഞിട്ടുള്ളത് എന്ന് ഉടൻ പരിശോധിക്കണമെന്നാണ്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവനല്ലാതെ ജീവിതമാർഗം തടയപ്പെടുകയില്ലെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഗുരുവിനെ ആദരിക്കണമെന്നാണ് മര്യാദ. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാണെങ്കിൽ രണ്ടാമത് പാലിക്കേണ്ടത് മര്യാദകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമായതുപോലെ മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ്. എല്ലാറ്റിനും അടിസ്ഥാനമുണ്ട്. മര്യാദകളിലെ അടിസ്ഥാന മര്യാദ ഭക്ഷണ മര്യാദയാണ്. ഭക്ഷണത്തിൽ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുണ്ടാകുമെന്നാണ്. എല്ലാ മര്യാദയും പോക തിന്നാൻ കണ്ടാലേക്കാരം. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല മര്യാദക്ക് ഇരിക്കുന്നുണ്ടല്ലോ, ഓരോ ചായ കൊടുത്തു നോക്കിയാൽ കാണപ്പോടെ എങ്ങനെ ഉണ്ടാവും ഇരുത്തെന്നറിയാൻ. തീറ്റ നല്ല മര്യാദയും പോകുന്നതാണ്, ഭക്ഷണം കണ്ടാൽ മര്യാദ പോവുകയാണ്. സത്യത്തിൽ ഭക്ഷണത്തിന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ അദബ് പാലിക്കാനുള്ളത്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനായിരുന്ന ഹാമിദ് കോയമ്മ തങ്ങളുടെ വല്ലിപ്പ, അദ്ദേഹത്തിന്റെ പേരും ഹാമിദ് കോയമ്മ തങ്ങളാണ്. മാനവർകൾക്ക് ഭക്ഷണത്തിന്റെ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബുണ്ട്. അതിനത്രം പറയാനുണ്ട് ഭക്ഷണത്തിന്റെ മര്യാദ എന്നുള്ളത് തന്നെയാണ് കാരണം. ഭക്ഷണ മര്യാദകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, കവിതയാണ്. അതിന്റെ വിശദീകരണം അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് മര്യാദകൾ അതിൽ പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ആദ്യം കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്, വിരുന്നുകാരല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് വിരുന്നുകാരാണ്, വീട്ടുകാരനല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആദ്യം കഴുകേണ്ടത് വീട്ടുകാരൻ ആദ്യം കൈ കഴുകണം, എന്നിട്ടാണ് വിരുന്നുകാർ കഴുകേണ്ടത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് വിരുന്നുകാരും അവസാനം കൈ കഴുകേണ്ടത് വീട്ടുകാരനുമാകുന്നു. ഭക്ഷണത്തിന് കൈ കഴുകുമ്പോൾ ആദ്യം കൈ കഴുകേണ്ടത് കുട്ടികളാണ്, പിന്നീട് മുതിർന്നവരാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൈ കഴുകേണ്ടത് മുതിർന്നവരും പിന്നീട് കുട്ടികളുമാണ്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ധാരാളം മര്യാദ ഉള്ളത് എന്നാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ മര്യാദ ഒന്നും അറിയില്ല, അതാണ് പ്രശ്നം. ഒരുമിച്ചിരുന്ന് തിന്നണമെന്ന് എല്ലാവർക്കും അറിയാം, ഒരുമിച്ചിരുന്ന് തിന്നുമ്പോൾ ഒരുപാട് നിബന്ധനകളുണ്ട്. ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനേ പാടുള്ളൂ, തല ഒരിക്കലും പാത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, എപ്പോഴും പാടില്ല. ഒരുമിച്ചിരുന്ന് തിന്നുമ്പോൾ തീരെ പാടില്ല. പാത്രത്തിലേക്ക് ഒരിക്കലും കൈ കുടയാൻ പാടില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നു കഴിഞ്ഞിട്ട് ബാക്കിയാണ് കുടയാൻ പാടില്ല. അദബ് പാലിക്കണമെങ്കിൽ പിന്നെ ഒരുമിച്ചിരുന്ന് തിന്നാതിരിക്കലാണ് നല്ലത്. തിന്നാണെങ്കിൽ അതിന്റെ അദബ് പാലിക്കണം. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മര്യാദ പാലിക്കലാണ്. അതുകൊണ്ട് അതിന്റെ മര്യാദകളെ നിർബന്ധമായും പാലിക്കണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, പക്ഷെ അതിന്റെ എല്ലാ നിബന്ധനയും പാലിക്കണം. ഒരാൾ ഇട്ടുകൊടുക്കാനും വേറൊരാൾ തിന്നാനും ആകാൻ പറ്റൂല. ഇട്ട ആൾക്ക് അത് തീർക്കാനുള്ള ബാധ്യത ഉണ്ട്. ഇടണത് വേറൊരാളും തീർക്കണത് വേറൊരാളുമല്ല. ഇവര് തിന്നണവര് തീർത്തില്ലെങ്കിൽ ഇട്ടോ ബാക്കി മുഴുവൻ തിന്ന് തീർക്കണം, അതിനുള്ളതേ ഇടാൻ പറ്റുള്ളൂ. ഒരാൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളവർ ഇങ്ങനെ തീർക്കാൻ നിന്നാൽ എപ്പോഴത് കഴിയാം?
അങ്ങനല്ല, ഇടുന്ന ആൾക്ക് അത് തീർക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ആരെട്ടയിച്ചാല് കഴിക്കണവർ തിന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിന് ഓൻ തീരുമാനം ഉണ്ടാക്കണം, അല്ലാതെ തിന്നണവരല്ല തീരുമാനം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദ പാലിക്കണം. മര്യാദകളിൽ ഏറ്റവും വലിയ മര്യാദ ഭക്ഷണത്തിന് മര്യാദയാണ്. ബാക്കിയൊക്കെ പിന്നെയാണ്, ബാക്കി എല്ലാ കാര്യവും പിന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണ മര്യാദ മക്കളെയും ശീലിപ്പിക്കണം. ഭക്ഷണത്തിൽ മര്യാദ ഉള്ളവൻ ഇബാദത്തിൽ മര്യാദയുള്ളവനായിരിക്കും. ദാനശീലമുള്ളവന്റെ സ്വഭാവം നന്നായിരിക്കും. ഭക്ഷണ മര്യാദ പാലിക്കുന്നവന്റെ ഇബാദത്ത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇബാദത്തുകൾ നന്നാവണമെങ്കിൽ, കറക്റ്റ് ആവണമെങ്കിൽ ഭക്ഷണത്തിന്റെ ആദാബുകളെ പാലിക്കണം. അത് മക്കളെ പഠിപ്പിക്കണം. 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലാണ് മര്യാദ പഠിപ്പിക്കേണ്ട പ്രായം. ഏത് മര്യാദയാണെങ്കിലും അങ്ങനെയാണ്. 7 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലാണ് പഠിപ്പിക്കേണ്ടത്. പെരുന്നാക്ക് പള്ളിക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരണം. കൊണ്ടുവരുന്നത് അദബ് പഠിപ്പിക്കാനായിരിക്കണം, ഉള്ള അദബ് കളയാനാകരുത്. പെരുന്നാക്ക് കുട്ടികളായിട്ട് വരണം. എന്തിനാ കൊണ്ടുവരുന്നത്? അദബും മര്യാദയും പഠിപ്പിക്കാനായിരിക്കണം. ഉള്ള അദബും മര്യാദയും കളയാൻ വേണ്ടി കൊണ്ടുവരാൻ പാടില്ല. അതന്നെ അവനാന്റെ കുട്ടികളെ നോക്കുന്ന കാര്യത്തിന്റെ ഉത്തരവാദിത്തം അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായി ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് അദബ്, ഭക്ഷണത്തിന്റെ ആദാബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയണം.